സ്റ്റേജിലുള്ള തീർത്ഥയാണ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവുക. അല്ലാതെയുള്ള തീർത്ഥയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ വീട്ടിലോട്ട് എപ്പോഴാ വന്നത്? എപ്പോഴാ ഷൂട്ടൊക്കെ ഉണ്ടാവുക? ഷൂട്ട് ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ പറയാം. ഷൂട്ട് നമുക്കിപ്പൊ കുറച്ച് എപ്പോഴും ഇങ്ങനെ റെഗുലർലി ഉണ്ട് ഷൂട്ട് ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു മാസത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ചിലപ്പോൾ പോകേണ്ടി വരും. ഷൂട്ടിനുണ്ട് ഉണ്ടാകാറുണ്ട്. നമുക്ക് ഷൂട്ട് വരുന്നത് എറണാകുളത്താണ്, കൊച്ചിയിലാണ് ഉണ്ടാകുന്നത്. നമ്മൾ താമസിക്കുന്നതൊക്കെ വൈറ്റിലാണ്. പിന്നെ ബാക്കി ഷൂട്ടൊക്കെ വെണ്ണല എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സ്റ്റുഡിയോയിലാണ്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൊണ്ട് ചോദിക്കട്ടെ. അതായത് സ്റ്റാർ സിംഗറിന് മുമ്പുള്ള തീർത്ഥ ഇപ്പോഴുള്ള തീർത്ഥ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? വലിയ മാറ്റമൊന്നുമില്ല, കുറച്ചുകൂടെ കുട്ടികളി കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു. അറിയില്ല കേട്ടോ, വലിയ മാറ്റമൊന്നും പറയാനില്ല. അതേ ഞാൻ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടെ പാട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടെ നമ്മൾ കാര്യങ്ങളെ കുറച്ചും കൂടെ ഒരു വയറ്റിൽ കാണാനും, പിന്നെ ഒരു കാര്യം ഒരു സിറ്റുവേഷൻ വന്നത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ കുറച്ചും കൂടെ സ്റ്റാർ സിംഗർ വന്നതിന് ശേഷം പഠിച്ചു. പിന്നെ ഒറ്റയ്ക്കാണ് ഞാൻ അവിടെ പോവാറുള്ളതും. ഐ മീൻസ് പോകുന്ന സമയത്ത് അച്ഛനും അമ്മയും ഉണ്ട് അല്ലേ, അവര് ഷൂട്ടിനും എല്ലാത്തിനും വരും. അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ആഴ്ചത്തോളം നമുക്ക് ഗ്രൂമിങ് ഉണ്ടല്ലോ. അപ്പൊ അച്ഛനും അമ്മയ്ക്ക് ജോലിയൊന്നും കളഞ്ഞ് അവിടെ നിൽക്കാൻ എപ്പോഴും പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ലീവുള്ള സമയത്തൊക്കെ എപ്പോഴും അവരുണ്ടാവും. അപ്പൊ അല്ലാത്ത സമയത്ത് നമ്മൾ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒറ്റയ്ക്ക് അത് എന്താ പറയുക, റൂമിൽ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യണം, എല്ലാം പഠിക്കല്ലോ അങ്ങനെ. ഓക്കെ, ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ ഭയങ്കര സെലക്റ്റീവ് ആണല്ലോ. അത് എങ്ങനെ സെലക്ട് ചെയ്യുന്നു? ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? പാട്ട് സെലക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ആ പ്രോസസ്സിനാണ്. ഏത് പാട്ട് ഒരു പാട്ട് എടുക്കുമ്പോൾ കുറെ കാര്യം ശ്രദ്ധിക്കണമല്ലോ. സ്റ്റേജിൽ എങ്ങനെ വർക്കാവും, അത് നമുക്ക് എത്രത്തോളം സ്യൂട്ട് ചെയ്യുന്ന പാട്ടാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ മെന്റേഴ്സ് ഹെൽപ്പ് ചെയ്യും ഒബിയസ്ലി. മെന്റേഴ്സ് പിന്നെ നമ്മൾ തന്നെ, പിന്നെ നമ്മൾക്ക് പറ്റുന്ന ആൾക്കാരോട് എല്ലാവരുടെ ചോദിക്കും. അങ്ങനെ കുറച്ച് എന്താ പറയാ, ആ പ്രോസസ്സ് ഭയങ്കര പണിയുള്ള പ്രോസസ്സാണ്. പിന്നെ എന്താണെന്ന് അറിയോ, ഞാൻ ഇതുവരെ ഒരു റിയാലിറ്റി ഷോയിലും കണ്ടിട്ടില്ല. മറ്റേ ആ നാഗത്താൻ ആ ഒരു സോങ് ഉണ്ടായിരുന്നില്ലേ? അതെങ്ങനെയാണ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊന്നും പറയാം? അത് ആ പാട്ട് എനിക്ക് പാടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സ്റ്റാർ സിംഗറിൽ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പുതിയ കാര്യങ്ങൾ എപ്പോഴും എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താ പറയുക ചിന്തിക്കുക, ആ പ്രോസസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോക്ക് സോങ് പാടണം, നാടൻ പാട്ടാണ് അത്. അപ്പോൾ അത് പാടണം എന്നിങ്ങനെ ആഗ്രഹം പറഞ്ഞ് ഫസ്റ്റിലെ റൗണ്ടിൽ മൂവിറ്റാണ് റൗണ്ട്, അതായത് പെർഫോം ചെയ്ത് പാടേണ്ട റൗണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ ഈ പാട്ട് കൊടുത്തപ്പോൾ റിജക്റ്റ് ചെയ്തു. എനിക്ക് ആ പാട്ട് വേണ്ട, എന്തോ കാരണം കൊണ്ട് അങ്ങനെ അങ്ങ് ഒഴിവായി. അപ്പോൾ പിന്നെ പാടിയില്ല. അപ്പോൾ പിന്നെ സെക്കൻഡ് പ്രാവശ്യം ഇതേ സാധനം ഒരു മൂവിറ്റും കൂടെ വന്നു റൗണ്ട്. അപ്പം ഞാൻ എൻ്റെ മെൻറ്ററുണ്ട് സാധിക ചേച്ചിയുടെ അടുത്ത് വന്നു, ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഞാൻ ഇത് പാടട്ടെ, ഞാൻ എന്തായാലും എനിക്ക് പാടിയാൽ ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആണ്, ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ പാടട്ടെ എന്ന് ചോദിച്ചു. അപ്പം ചേച്ചി സാറിൻ്റെ അടുത്ത് ചോദിച്ചോളാൻ പറഞ്ഞു. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട്. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത്, മിഥുനേട്ടനും ഷെരീഫ്ക്കുണ്ട്, ഞങ്ങളുടെ പ്രിൻസിപ്പൽസ് ആണ്, കോൺവെന്റ് സ്കൂളും അപ്പൊ ഷെരീഫ്ക്കയുടെ അടുത്തും മിഥുനേട്ടൻ്റെ അടുത്തും ചോദിച്ചു ഇത് ഞാൻ പാടട്ടെ. അപ്പം മിഥുനേട്ടൻ പറഞ്ഞു നീ പാടിക്കോ, സാറിൻ്റെ അടുത്ത് വെച്ചു എനിക്ക് നോക്കുന്നില്ല, സാറിന് സമയത്ത് നീ പാടിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അധികം ആൾക്കാർ കേൾക്കാത്ത പാട്ടാണല്ലോ, അങ്ങനെ ആരും കേൾക്കാത്തൊരു പാട്ടാണല്ലോ നാടൻ പാട്ട്, ആരും അങ്ങനെ ചെയ്യാത്തതാണ്. അപ്പം ഞാൻ സാറിനൊരു വലിയൊരു വോയിസ് നോട്ട് ഇങ്ങനെ അയച്ചു, സാർ ഞാൻ ഈ പാട്ട് എങ്ങനെയെങ്കിലും പാട്ടെ, സാർ എങ്ങനെയെങ്കിലും എനിക്കിത് തരുമോ, ഞാൻ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത്. എന്നിട്ട് സാറിനോട്ട് പറഞ്ഞ് നമുക്കിങ്ങനെ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്ത് ബാക്കിൽ ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ചെയ്ത് മറ്റേ മടയോല ഉണ്ട് മറ്റേ അങ്ങനെയൊക്കെ ചെയ്തൊരു ഇതിൽ അറ്റ്മോസ്ഫിയറിൽ പാടാം, നല്ലതായിരിക്കും, ഞാൻ കസ് വെച്ചൊക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാം, പ്ലാൻ ചെയ്യാം, എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലുണ്ട് സാർ, അപ്പം ഞാനത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു നീ കോൺഫിഡൻ്റ് ആണോ, നല്ല പാട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഞാൻ ചെയ്യട്ടെ ചോദിച്ചു. അപ്പോൾ സാർ ഒന്ന് നമുക്ക് ഉഷാറാക്കാം, നീ എടുത്തോന്നു പറഞ്ഞു. അതിന് ശേഷം സാറ് ഹരീഷേട്ടൻ
ഒക്കെയാണ്. സാറിന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡയറക്ടർ, ഞങ്ങളുടെ ഷോയുടെ ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറും. അപ്പം അവരെല്ലാവരും കൂടെ അതിൻ്റെ കോറിയോഗ്രാഫി സെറ്റ് ചെയ്ത് അതിൻ്റെ എന്താ പറയുക എല്ലാ അറേഞ്ച്മെൻറ്റ്സും എല്ലാം അതിന് വേണ്ട എന്താ പറയുക അതിന് വേണ്ട അത്രയും എക്സ്പെൻസീവ് ആണല്ലോ അതൊക്കെ ചെയ്യാൻ. അതൊക്കെ സാറാണ് അതിനൊക്കെ വേണ്ടി എല്ലാം ചെയ്തത്. ലൈക്ക് കമ്പനിയാണ് അത് ചെയ്യാനുള്ള എന്താ പറയുക സ്പേസ് തന്നുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. അതാണ്, അതായത് ആ ഒരു ഷോ, ആ ഒരു സീന് കാണുന്ന സമയത്തിൽ ഇപ്പം നമുക്ക് തന്നെ ഒരു ഞാനൊക്കെ ഇങ്ങനെ സ്തംഭിച്ചിരിക്കും. ഒരു അതായത് ഒന്നും ഇങ്ങനെ കാണാതെ ശ്വാസം വിടാതെ കാണുന്ന ആ ഒരു അവിടെ ആ ഇതിലുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാ കണ്ടിരുന്നത്. അത് അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഞാൻ സ്റ്റേജ് കയറുന്നതിന് മുന്നേ ഈ സെറ്റപ്പ് എല്ലാം കൂടെ വന്ന് ലൈക്ക് ഭയങ്കര എന്തോ ഒരു ഇതിലായിരുന്നു നമ്മളെല്ലാരും. അത് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഭയങ്കര ഒരു മൂഡില് ആയി എല്ലാരും. ഭയങ്കര ഞാനും പാടാൻ കയറുമ്പോ ആ ഒരു ഭയങ്കര വൈബിലായിരുന്നു ഞാനും അവിടെ കയറി നിന്നത്. അപ്പൊ ഞാനിത് പാടുമ്പോ ഞാനൊന്നും അറിയുന്ന പോലില്ല. ഞാൻ ആ ഒരു ഇതിലാണ് പാടിയത്. ഞാനും എന്തൊക്കെയാ ചെയ്ത അവിടെ എനിക്കറിയില്ല. ഞാൻ പിന്നെ ആണ് അത് എന്താ പറയാ പാട്ട് പാടി കഴിഞ്ഞ് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ എന്തൊക്കെയാ ചെയ്തതെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പാട്ടാണല്ലോ അത്. ആ ഒരു മൂഡിലേക്ക് നമ്മൾ പോവും. ആ ഒരു ഡിവൈനിറ്റി ആ ഒരു സാധനം ഉണ്ടല്ലോ.